പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സദൃശവാക്യം 18-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, ഭാര്യയെ കിട്ടുന്നവൻ നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചിരിക്കുന്നു. ഒരു പുരുഷന് ഭാര്യയെ ലഭിക്കുന്നു എങ്കിൽ അത് യഹോവയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഒരു നന്മയായിട്ടാണ് കണക്കാക്കുന്നത്. ഭാര്യയെ ലഭിക്കാത്തവനോ ഭാര്യയെ നഷ്ടമാകുന്നവനോ അവന് യഹോവയിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ സാധിച്ചില്ല എന്നാണ് കണക്കാക്കുന്നത്. വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരുവന്റെ കൂടെ ഭാര്യ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടും എന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടും വീട്ടിൽ ശക്തമായ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നിട്ടും ആ ഭാര്യ അവനെ വിട്ടു പോകുന്നില്ല ഉണ്ടെങ്കിൽ അവന് നന്മ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ചില കുടുംബങ്ങളിൽ വളരെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാകാം. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാം. എന്നാലും ഭാര്യ ദൈവഭയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഭാര്യ ആ ഭവനത്തിൽ ഭർത്താവിന് തുണയായി കൂടെ ഉണ്ടായിരിക്കും. ദൈവം ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട്, ആ ഭാര്യയെ സ്നേഹിക്കുന്നത് കൊണ്ട് ആണ് ആ ഭാര്യ എല്ലാം ക്ഷമിച്ചുകൊണ്ട് എല്ലാം പൊറുത്തുകൊണ്ട് ആ വ്യക്തിയോടൊപ്പം കൂടി ചേരുന്നത്. ഒരുവന് ഭാര്യയെ കൊടുക്കുന്നത് ദൈവമാണ്, അല്ലാതെ മാതാപിതാക്കളോ സ്വയമേ ആ വ്യക്തി തിരഞ്ഞെടുക്കുന്നതോ അല്ല. ഒരു വ്യക്തിക്ക് ഒരു തുണയായി ഒരു സ്ത്രീയെ, ഒരു പുരുഷന് തുണയായി ഒരു സ്ത്രീയെ കൊടുക്കുന്നു എങ്കിൽ അത് ദൈവമാണ് കൊടുക്കുന്നത്. ദൈവമാണ് ആ പുരുഷന് വേണ്ടി ഒരു സ്ത്രീയെ സെലക്ട് ചെയ്യുന്നത്. വിവാഹത്തോടു കൂടി പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരുമെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ദൈവം ഒരു സ്ത്രീയെ ആ പുരുഷന് ഭാര്യയായി കൊടുക്കുന്നതോടുകൂടി ആ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ടുപിരിഞ്ഞ് തൻ്റെ ഭാര്യയായി ദൈവം കൊടുത്തിരിക്കുന്നതായ ആ വ്യക്തിയുടെ കൂടെ പറ്റിച്ചേരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. പഴയ നിയമത്തിലും നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നു, പുതിയ നിയമത്തിലും അത് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന്, തൻ്റെ ഭാര്യയെ ചേർത്തുകൊള്ളണമെന്ന്, തൻ്റെ ഭാര്യയെ പോറ്റി പുലർത്തണമെന്ന് ഒക്കെ വ്യക്തമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നാം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം എന്നാണ് അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. തിമോഥെയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും, ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം. ഈ ഭരിക്കുക എന്നുള്ള വാക്ക് കേട്ടിട്ട് ഭർത്താക്കന്മാർ വിചാരിക്കുന്നത്
ഭാര്യയെ ഭരിച്ച് ഒതുക്കി കെട്ടി അവളെ അടിമയാക്കി വയ്ക്കണം, അവൾക്ക് അവളുടേതായ ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ള രീതിയിലാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ NLT ബൈബിളിലും ദ ലിവിംഗ് ബൈബിളിലും ഒക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, a deacon must be faithful to his wife and he must manage his children and household. Manage, പോറ്റി പുലർത്തുക എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. അതായത് മേളിലോട്ട് വായിക്കുമ്പോൾ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ സഭയെ ദൈവം ക്രിസ്തു പോറ്റി പുലർത്തിയതുപോലെ സ്വന്തം ഭാര്യനെ പോറ്റി പുലർത്തണമെന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ നോക്കുമ്പോഴും പുതിയ നിയമത്തിൽ നോക്കുമ്പോഴും അബ്രഹാം ആകട്ടെ, ഇസഹാക്ക് ആകട്ടെ, യാക്കോബ് ആകട്ടെ, അവരെല്ലാം തന്റെ ഭാര്യമാരെ സ്നേഹിച്ചിരുന്നതായും ബഹുമാനിച്ചിരുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. ഭാര്യയെ ദൈവം ഒരു പുരുഷന് കൊടുക്കുമ്പോൾ, ഒരു സ്ത്രീയെ തന്റെ ഭാര്യയായി ഒരു പുരുഷന് കൊടുക്കുമ്പോൾ ദൈവം പറയുന്നത് അത് നിന്റെ ശരീരമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഭാര്യയെ വേദനിപ്പിക്കുന്ന വ്യക്തി തന്റെ ശരീരത്തെയാണ് വേദനിപ്പിക്കുന്നത്. ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പേ ചവിട്ടിത്തേക്കുന്ന വ്യക്തി തന്നെയാണ് ചവിട്ടിത്തേക്കപ്പെടുന്നത്. പക്ഷേ പലരും ചിന്തിക്കുന്നത് എല്ലാവരുടെയും മുമ്പേ ഭാര്യയെ ചവിട്ടി താഴ്ത്തിയാൽ, ഭാര്യയെ ചവിട്ടി തേച്ചാൽ, ഭാര്യയെ എല്ലാവരുടെയും മുമ്പേ നിന്ദിച്ചാൽ അവളാണ് നിന്ദിക്കപ്പെടുന്നത് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. അല്ല, വ്യക്തമായി വചനം പഠിപ്പിക്കുന്നു, അവൾ വേദനിക്കുന്നുവെങ്കിൽ നീ വേദനിക്കുന്നു. അവൾ പരിഹസിക്കപ്പെടുകയാണെങ്കിൽ നീയാണ് അവിടെ പരിഹാസപാത്രമായി തീരുന്നത്. അവൾ ചവിട്ടിത്തേക്കപ്പെടുകയാണെങ്കിൽ, അവൾ നിന്ദിക്കപ്പെടുകയാണെങ്കിൽ ഒക്കെ അത് പുരുഷനാണ് അങ്ങനെ സംഭവിക്കുന്നത്. പുരുഷനാണ് ആ ഭാര്യ അനുഭവിക്കുന്നതായ എല്ലാ നിന്ദയും പരിഹാസവും ചവിട്ടിത്തേക്കലും ഒക്കെ അനുഭവിക്കുന്നത് പുരുഷൻ തന്നെയാണെന്നാണ് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു, അവണ്ണം ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യയെ സ്വന്തം ശരീരങ്ങളെ പോലെ, 5-ാം അധ്യായം 28-ാം വാക്യമാണ് ഞാൻ ഈ വായിക്കുന്നത്, സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കാത്തവനോ തന്നെയാണ് സ്നേഹിക്കാതെ ആകുന്നത്. ഭാര്യയെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും തന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് ദൈവം ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതിനർത്ഥം എന്താണ്? ഭാര്യയെ വേദനിപ്പിക്കുന്നവൻ തന്റെ ശരീരത്തെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. ഭാര്യയെ നിന്ദിക്കുന്നവൻ തന്റെ ശരീരത്തെ തന്നെയാണ് നിന്ദിക്കുന്നത്. ഭാര്യയെ പരിഹസിക്കുന്നവൻ മറ്റുള്ളവരെ കൊണ്ട് പരിഹസിപ്പിക്കുന്നത്, മറ്റുള്ളവരെ കൊണ്ട് അതും ഇതുമൊക്കെ സ്വന്തം ഭാര്യയെ പറയിപ്പിക്കുന്നത് അവനെ തന്നെയാണ് അവൻ ചെയ്യുന്നത് എന്ന് അവന് അറിവില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കർത്താവ് ഇവിടെ നമ്മെ വ്യക്തമായി വചനത്തിലൂടെ അത് പഠിപ്പിക്കുന്നു.
എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടതാണ് ഇത്. 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. തൻ്റെ ഭാര്യ തൻ്റെ ശരീരമാണ് എന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങി ഇരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്കു തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് തന്നെ താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയതും. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. 1 പത്രോസ് 3:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സാമാന്യമായ വാക്യമാണ്. 1 പത്രോസ് 3:1 മുതൽ നമുക്ക് 6 വരെ വായിച്ച് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം ഒരു കുടുംബത്തെ, ഭാര്യ ഭർത്തൃ ബന്ധത്തെ എത്രമാത്രം മാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരേ കാര്യം തന്നെ ബൈബിളിൽ പലയിടത്തും പറഞ്ഞിരിക്കുമ്പോൾ ദൈവം എത്രത്തോളം ആ ഒരു ബന്ധത്തെ മാന്യമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് ആ സ്ത്രീയുടെ പേരിനോടൊപ്പം പുരുഷന്റെ ഭാര്യയെ പുരുഷന്റെ പേര് ചേർക്കുന്നത് അതൊരു പുരുഷനോ ഒരു സ്ത്രീയോ ആ സ്ത്രീയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ പുരുഷന്റെ മാതാപിതാക്കളോ പുരുഷന്റെ ബന്ധുമിത്രാദികളോ അല്ല. പുരുഷന്റെ പേര് സ്ത്രീയുടെ പേരുമായിട്ട് കൂടിച്ചേരുന്നത് കർത്താവ് നിശ്ചയിച്ചിട്ടാണ്, ദൈവം നിശ്ചയിച്ചിട്ടാണ്. ആ ദൈവം നിശ്ചയിച്ചതായ ആ പേര് വേർപെടുത്തുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് നാം വിവാഹ സമയത്ത് ഉടമ്പടി എടുക്കുമ്പോൾ പറയുന്നത്, മരണം നമ്മെ വേർപിരിക്കുന്നതുവരെയും, മരണം നമ്മെ വേർപിരിക്കുന്നതുവരെയും, മരണത്താൽ മാത്രമേ ആ സ്ത്രീയിൽ നിന്ന് പേര് മാറിപ്പോവുകയുള്ളൂ. അത് ആ സ്ത്രീ മരിച്ചാൽ മാത്രമേ അതിൽ നിന്ന് പേര് മാറിപ്പോവുകയുള്ളൂ. പക്ഷേ സ്ത്രീ ജീവനോടെ ഇരുന്ന് പുരുഷൻ മരിച്ചു പോയാലും ആ സ്ത്രീ മറ്റൊരു വിവാഹ ബന്ധത്തിൽ
ഏർപ്പെടുന്നു ഇല്ല എങ്കിൽ ആ സ്ത്രീയുടെ പേരിനോടൊപ്പം ദൈവം ചേർത്തതായ ആ പുരുഷന്റെ പേര് തന്നെ ഉണ്ടായിരിക്കും. അത് ആ സ്ത്രീ എത്ര വെട്ടി മാറ്റുവാനായിട്ട് ചിന്തിച്ചാലും, ആരൊക്കെ ആ സ്ത്രീയുടെ പേരിൽ നിന്ന് ആ പേര് വെട്ടി മാറ്റുവാനായിട്ട് ചിന്തിച്ചാലും ഒരിക്കലും സാധിക്കുന്നതല്ല. കാരണം അത് കർത്താവ് കൂട്ടിച്ചേർത്തതാണ്. കർത്താവ് കൂട്ടിച്ചേർക്കുന്നതായ ആ പേര് ആ സ്ത്രീയുടെ പേരിനോടൊപ്പം ചേർന്നിരിക്കും. ആ സ്ത്രീക്ക് കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ സ്ത്രീയാണ്, കർത്താവിനെ മാനിക്കുന്ന സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ എന്തെല്ലാം ശോധനകൾ കടന്നു വന്നാലും, ഭർത്താവിൽ നിന്ന് എത്ര തന്നെ പീഡനകൾ അനുഭവിച്ചാലും ആ സ്ത്രീ മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. മറ്റൊരു ജീവിത പങ്കാളിയെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറാകുകയില്ല. സഹിക്കുവാൻ കഴിയുന്നിടത്തോളം കാലം ഭർത്താവിനോടൊപ്പം സഹിച്ച് പുറത്ത് ജീവിക്കുവാൻ ശ്രമിക്കും. അത് കാണുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കും, ചിലപ്പോൾ ആ വ്യക്തി ഇച്ചിരി പേരുകേട്ട വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ആ ദേശത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായി ഉള്ള വ്യക്തിയായിരിക്കാം. അതൊക്കെ കൊണ്ടാണ് ഈ സ്ത്രീ വിട്ടുപോകാതെ ഇന്ന വ്യക്തിയുടെ ഭാര്യ എന്ന ലേബൽ അറിയപ്പെട്ട് ജീവിക്കാനാണെന്ന് തെറ്റിദ്ധരിച്ച് ചിന്തിക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങൾ ഉണ്ട്. പക്ഷേ അത് തെറ്റാണ്. കാരണം ആ സ്ത്രീ ദൈവകൽപ്പന അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ സ്ത്രീ മരണം വരെയും ആ വ്യക്തിയുടെ ആരാണോ ആ വ്യക്തിയെ വിവാഹം കഴിച്ചത് ആ പുരുഷന്റെ ഭാര്യയായി തന്നെ അവസാനം വരെയും ജീവിക്കുവാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായി ആ ഭവനത്തിൽ തൻ്റെ ജീവന് ആപത്ത് എന്ന് വരുന്ന നിലയിലാകുമ്പോൾ സ്ത്രീ ഒറ്റയ്ക്ക് മാറി, തൽക്കാലത്തേക്ക് മാറി ജീവിക്കുവാൻ ആഗ്രഹിച്ച് ചിലപ്പോൾ മാറി നിന്നും വരാം. അത്രയും കഠിനമായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴാണ്, തൻ്റെ ജീവന് തന്നെ ആപത്ത് എന്ന നിലയിൽ എത്തുമ്പോഴാണ് സ്ത്രീകൾ തൻ്റെ ഭവനം വിട്ട് ഇറങ്ങുവാൻ ഇടയായിത്തീരുന്നത്. എന്നാലും ഭർത്താവിനെ അത്രമാത്രം മനസ്സിൽ സ്നേഹിക്കുകയും മനസ്സിൽ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകളെ മുറുകെ പിടിച്ച് ഒറ്റയ്ക്ക് ജീവിക്കും. എന്ന് എൻ്റെ ഭർത്താവിന് ഒരു മാനസാന്തരം കടന്നു വരുമോ, എന്നെ തന്നോടൊപ്പം എന്ന് ചേർത്തു പിടിക്കുമോ, അതുവരെയും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെയുള്ള ദൈവഭയമുള്ള സ്ത്രീകൾ, ദൈവഭയമുള്ള ഭാര്യ ജീവിക്കുവാൻ ഇടയായിത്തീരും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ തന്നെ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തല മുടി പിന്നിയതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും
സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ കൂട മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീരും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്ന് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഭർത്താവിന് കീഴടങ്ങി ഇരിക്കുവാൻ ഇവിടെ രണ്ടിടത്തും പറയുന്നു. കീഴടങ്ങി ഇരിക്കുക എന്നുള്ളത് അടിമയായി ഇരിക്കുക എന്നുള്ളതല്ല. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഭാര്യ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭർത്താവിന് കീഴടങ്ങി ഇരിക്കുവാൻ ആഗ്രഹിക്കുക തന്നെ ചെയ്യും. ഭർത്താവിനെ ബഹുമാനിക്കുകയും ചെയ്യും. ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു 7-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. അതായത് ഭാര്യയ്ക്ക് ബഹുമാനം കൊടുപ്പിനെന്ന്. ഭർത്താവിന് മാത്രം ബഹുമാനം അല്ല, ഭർത്താവിന് മാത്രമല്ല ബഹുമാനവും എല്ലാം ലഭിക്കേണ്ടത്, സ്ത്രീക്കും ബഹുമാനം ലഭിക്കണം. സ്ത്രീയെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടി, മറ്റുള്ളവരുടെ മുന്നിൽ ചവിട്ടി തേക്കപ്പെട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ താറ്റപ്പെട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കപ്പെടുമ്പോൾ ആ സ്ത്രീ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര സ്നേഹം മനസ്സിലുണ്ടെങ്കിലും ഭർത്താവിന് കീഴടങ്ങിയിരിക്കുവാൻ സാധിക്കാതെ വരും. ബൈബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെങ്കിൽ ഭർത്താവ് അവളെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കാതെ ഇരിക്കുന്ന ഭവനങ്ങളിലാണ് ഭാര്യ ഭർത്താവിനെ മാനിക്കാതെ ഇരിക്കുന്നതും, ഭർത്താവിനെ സ്നേഹിക്കാതെ ഇരിക്കുന്നതും, ഭർത്താവിന് കീഴടങ്ങി ഇരിക്കാതെ ഇരിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ആ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായ ബഹുമാനവും സ്ഥാനവും സ്നേഹവും കരുണയും കരുതലും ഒക്കെ, എൻ്റെ ശരീരമാണ് അവൾക്ക് എന്തെങ്കിലും വന്നാൽ അത് എൻ്റെ ശരീരത്തെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ള രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ട കാര്യമാണ്. അല്ലാതെ സ്നേഹം ഉള്ളിൽ വച്ചിട്ട് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം പ്രകടിപ്പിച്ചാൽ മാത്രമേ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയത്തില്ല, ഭാര്യയെ ബഹുമാനിക്കുവാൻ കഴിയില്ല. പക്ഷെ എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം എന്നാണ് 90% പുരുഷന്മാരും ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും. എന്നാൽ ആ ഭാര്യയെ പുരുഷൻ സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ, അംഗീകരിക്കുവാൻ തുടങ്ങിയാൽ, അവളെ ബഹുമാനിക്കുവാൻ, അവളെ മാനിക്കുവാൻ തുടങ്ങിയാൽ, അവൾ ചെയ്യുന്നതായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ തുടങ്ങിയാൽ, അവളിൽ നിന്ന് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ത്രീകൾ ആണ് കൂടുതലും
സക്സസ് ആയി കാണുവാൻ സാധിക്കുന്നത്. ഭർത്താവിൻ്റെ അംഗീകാരം ഉള്ള സ്ത്രീകൾ സക്സസ് ആയി തീരുവാൻ ഇടയായിത്തീരും. അബ്രഹാം സാറയെ ബഹുമാനിച്ചിരുന്നു, സാറയെ മാനിച്ചിരുന്നു. അതുകൊണ്ടാണ് സാറ അനുഗ്രഹിക്കപ്പെട്ടവളായി ഇരിക്കുവാൻ കാരണം. ഇവിടെ നമുക്ക് 6-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും, അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ, നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീരും. നന്മ ചെയ്യുകയും ഭീഷണികളെ വകവയ്ക്കാതെ ഇരുന്നാൽ. ഈ കാലഘട്ടത്തിലും അങ്ങനെ മാത്രമല്ല, കൂടുതലും കാണുവാൻ സാധിക്കുന്നത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, സ്ത്രീകളെ അടിച്ചമർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സ്ത്രീ ഒരു നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഭീഷണിയൊന്നും വകവയ്ക്കാതെ ജീവിക്കുവാൻ ഇടയായിത്തീരും എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സാറയെ അബ്രഹാം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹാഗറിനെ അവിടെ നിന്ന് ഇറക്കി വിടുവാൻ സാറ പറഞ്ഞപ്പോൾ അബ്രഹാം ഹാഗറിനെ ഇറക്കി വിടുവാൻ ഇടയായത്. അതുപോലെ തന്നെയാണ് സാറ തിരിച്ചും അബ്രഹാമിനെ സ്നേഹിച്ചത് കൊണ്ടാണ് 2 പ്രാവശ്യം 2 രാജാക്കന്മാരുടെ ഇടയിൽ നീ എൻ്റെ സഹോദരി എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിനെ അനുസരിച്ച് സഹോദരി എന്ന് പറയുവാൻ ഇടയായി തീർന്നത്. തൻ്റെ ഭർത്താവിന് സേഫായിരിക്കുവാൻ, സേഫാക്കി നിർത്തുവാൻ, തൻ്റെ ഭർത്താവിന് ഒരു ആപത്ത് അനർത്ഥങ്ങൾ ഒന്നും കടന്നു വരാതിരിക്കുവാൻ സാറ ചെയ്യുവാനിടയായി തീർന്നത്. ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെങ്കിൽ ഭർത്താവ് ആ ഭാര്യയെ സ്നേഹിക്കണം. ഭർത്താവ് ആ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം, അംഗീകാരം ഒക്കെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ഭവനങ്ങളിൽ സ്വർഗതുല്യമായ ഒരു ജീവിതമായിരിക്കും അവിടെ കൈവരിക്കുന്നത്. ആ സ്വർഗതുല്യമായ ജീവിതം കണ്ടു വളരുന്ന മക്കളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരുടെ മെന്റൽ ഹെൽത്ത് എല്ലാം നല്ല നിലയിലേക്ക് കടന്നു വരും. എന്നാൽ മറിച്ച് എന്നും വഴക്കും പ്രശ്നവും, എന്നും സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തി സ്വന്തം ഭാര്യയുടെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കുന്ന ഭർത്താക്കന്മാർ ഉള്ള ഭവനങ്ങളിലെ കുഞ്ഞുങ്ങൾ പുറമേ അവരെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ അവർക്ക് കുട്ടിത്തം എന്നതുപോലും നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ അവർ പലതും ചെയ്യുവാൻ ഭയന്ന്, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനെ ചെയ്താൽ എനിക്ക് പ്രശ്നം വരുമോ, എല്ലാം തൊടുന്നതും പിടിക്കുന്നതും എല്ലാം അവരുടെ ജീവിതത്തിൽ പ്രശ്നമായി അവർ കാണുവാനിടയായിത്തീരും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ മെന്റൽ ഹെൽത്ത് തന്നെ വളരെ പ്രശ്നത്തിലേക്ക് പോകുവാനിടയായിത്തീരും. കാരണം അവർ കാണുന്നത് എന്തു ചെയ്താലും, അമ്മ എന്തു ചെയ്താലും കുറ്റപ്പെടുത്തുന്നതായ ഒരു പിതാവിനെയാണ് കാണുന്നത്. അപ്പോൾ അമ്മ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. അമ്മ ശരിയായ കാര്യം ചെയ്താലും അപ്പന്റെ മുമ്പിൽ അത് തെറ്റാണ്. അതിൽ നിന്നൊരു തെറ്റ് കണ്ടുപിടിക്കുന്ന അപ്പൻ. എല്ലാത്തിനും അമ്മ കരയുന്നത്, എന്തു ചെയ്താലും കരയുന്നത് മാത്രം കണ്ട് വളരുന്ന മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അവരുടെ മെന്റൽ ഹെൽത്ത് അത് ബാധിക്കുവാൻ ഇടയായിത്തീരും. 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ ഭാര്യ ഭർത്താവിന് കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാട് ഉണ്ടെന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, ഭർത്താവ്
ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. കാര്യം ഭാര്യയുടെ ആവശ്യങ്ങൾ ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുപോലെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ ഭാര്യ ചെയ്തു കൊടുക്കേണ്ടതാണ്. അല്ലാതെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ മാത്രം നടക്കേണ്ടതല്ല. ഭർത്താവിന്റെ ഒരു വേലക്കാരി അല്ല ഭാര്യ. തുണ എന്നാണ് പറയുന്നത്. ഭാര്യയുടെ തുണയാണ് ഭർത്താവ്, ഭർത്താവിന്റെ തുണയാണ് ഭാര്യ എന്നാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. തുണയായിട്ടാണ് ദൈവം ആദാമിന് ഔവയെ കൊടുത്തത്. അതുപോലെ തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് ഒരു പുരുഷന്റെ വാരിയലാണ് തൻ്റെ ഭാര്യയായി ലഭിക്കുന്ന സ്ത്രീ എന്നുള്ളത്. അപ്പോൾ ആദാമിന് ഹവ്വയെ തുണയായി കൊടുത്തതുപോലെ, ഹവ്വയ്ക്ക് ആദാമിനെ തുണയായി കൊടുത്തതുപോലെ ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ തുണയായിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ വേലക്കാരിയായിട്ടോ അടിമയായിട്ടോ ഒന്നുമല്ല കൊടുക്കുന്നത്. പുരുഷനും അതുപോലെ ഭാര്യയുടെ തുണയായിട്ടാണ് പുരുഷനെയും കൊടുക്കുന്നത്. ഭാര്യയുടെ ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചു കൊടുത്ത് കൂടെ ചേർത്തു പിടിക്കുവാനാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ തൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ലഭിക്കണം എന്നുള്ള ചിന്തയിലല്ല ജീവിക്കേണ്ടത് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അധികാരമുള്ളത്. അല്ലാതെ മറ്റൊരു വ്യക്തിക്കോ ഭാര്യയ്ക്കോ സ്വയമേ അല്ല അധികാരമുള്ളത്. ആ ഭാര്യയുടെ ശരീരത്തിന്മേൽ തൻ്റെ ഭർത്താവിന് തനിക്ക് തുണയായി കൊടുത്തവന് മാത്രമാണ് അധികാരം ഉള്ളത്. അതുപോലെ തന്നെ അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭർത്താവിനല്ല അവകാശമുള്ളത്, ഭാര്യയ്ക്കാണ് അധികാരമുള്ളത്. ഭാര്യയാണ് ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അധികാരമുള്ള ഏക വ്യക്തി. അല്ലാതെ ഭർത്താവിന് പോലും സ്വന്തം ശരീരത്തിന്മേൽ യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് അവസാനമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപിട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. പാപത്തിലേക്ക്, തെറ്റിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ ഭാര്യയും ഭർത്താവും എപ്പോഴും ചേർന്നിരിക്കണം. അതായത് ഒരു മനസ്സിൻ്റെ, ഒരു ഹൃദയത്തിൻ്റെ പങ്കാളികളായിരിക്കണം, ഒരു ശരീരത്തിൻ്റെ പങ്കാളികളായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഭർത്താവ് അറിയാതെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഭാര്യ അറിയാതെ ഭർത്താവിൻ്റെ ജീവിതത്തിലും ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ പലയിടത്തും കാണുന്നത് ഭാര്യയുടെ എല്ലാ കാര്യവും ഭർത്താവിന് അറിഞ്ഞിരിക്കണം. പക്ഷേ ഭർത്താവ് ചെയ്യുന്ന ഒരു കാര്യവും ഭാര്യ അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യം, ഇത് എൻ്റെ കാര്യം, എനിക്ക് നോക്കാൻ അറിയാം എന്നുള്ള ഭാവമാണ് പലയിടത്തും കാണുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ഒരു ശരീരമാണ്, ഒരു ദേഹമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സകലതും, നിങ്ങളുടെ ഇടയിൽ ഒരു രഹസ്യവും പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇടയിൽ യാതൊരു രഹസ്യവും പാടുള്ളതല്ല. എല്ലാം പരസ്പരം, ഏതു കാര്യവും ഭാര്യയുടെ കാര്യം എല്ലാം ഭർത്താവിന് മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഭർത്താവിന്റെ കാര്യം ഭാര്യ അറിയാൻ പാടുള്ളതല്ല. ഭാര്യ ചോദിക്കുമ്പോൾ അത് നീ എന്തിനറിയുന്നേ, നീ അതറിയേണ്ട ആവശ്യമില്ല, അത് എനിക്ക് ചെയ്യാൻ അറിയാം, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം പാടില്ല. എല്ലാം തമ്മിൽ ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഭവനത്തിൽ ഒരു പ്രശ്നവും കടന്നു വരികയില്ല. ആരൊക്കെ എന്തൊക്കെ അപവാദങ്ങൾ
ഭർത്താവിനെ കുറിച്ചാവട്ടെ ഭാര്യയെ കുറിച്ചാവട്ടെ പറഞ്ഞാൽ അതൊന്നും അവിടെ കണക്കിടുകയില്ല. കാര്യം ഭാര്യ പറയും, എൻ്റെ ഭർത്താവിന് ഞാനറിയാത്ത ഒരു കാര്യവും ഇല്ല, എൻ്റെ ഭർത്താവ് തെറ്റാവട്ടെ ശരിയാകട്ടെ എന്നോട് പറയാത്തതായ ഒരു കാര്യമില്ല. തെറ്റു സംഭവിച്ചാലും എൻ്റെ ഭർത്താവ് അത് എന്നോട് തുറന്നു പറഞ്ഞ് എന്ന വ്യക്തിയാണ്. അതുപോലെ ഭർത്താവും പറയും, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അറിയാത്ത ഒരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ജീവിതമാണ് ഒരു കുടുംബ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ ഭാര്യയുടെ കാര്യം മാത്രം, ഭാര്യ അടിമയാണ്, അതുകൊണ്ട് ഭാര്യയുടെ സകല കാര്യവും എനിക്കറിഞ്ഞിരിക്കണം, പക്ഷെ എൻ്റെ കാര്യമൊന്നും ഭാര്യ അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള ആ തെറ്റായ ധാരണ കുടുംബത്തിൽ നിന്ന് നീക്കപ്പെടുമ്പോൾ ആ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ഭാര്യ അടിമ എന്നുള്ള ആ ചിന്ത തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന്, തൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ തന്നെ ആ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറുവാനാണ് ഇടയാകുന്നത്. തന്നെ ദൈവം ആക്കുന്ന മേഖലകളിലെല്ലാം, ഒരു പുരുഷനെ ആക്കുന്ന മേഖലകളിലെല്ലാം എൻ്റെ ഭാര്യയ്ക്ക് അവകാശമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആയിരിക്കുന്ന മേഖലകളിലെല്ലാം അധികാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുന്നതായ കുടുംബങ്ങളിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ ഇരിക്കുവാൻ ഇടയായിത്തീരും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവരോട് കയ്പായിരിക്കുകയും അരുത്. ഭാര്യമാരോട് പറയുന്നു, കർത്താവിൽ ഉചിതമാവണ്ണം ഭർത്താവിൻ്റെ കീഴടങ്ങിയിരിക്കണം. ഭർത്താവിനോട് പറയുന്നു, ഭാര്യയെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായി ഇരിക്കുകയും അരുത്. ഭാര്യമാരോട് ദേഷ്യത്തിൽ ആയിരിക്കുവാൻ, വിദ്വേഷം, വിമർശനം ഒന്നും, കയ്പായുള്ള ഒരു കാര്യവും ഹൃദയത്തിലോ മനസ്സിലോ വച്ചുകൊണ്ട് ഭാര്യമാരോട് പെരുമാറരുത് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ കൂടുതലും കാണുന്നത് എന്താണ്? എന്തെങ്കിലും കാര്യം അറിഞ്ഞാൽ അത് ഉള്ളിൽ വച്ചുകൊണ്ട് ഭാര്യയോട് കയ്പായി പ്രവർത്തിക്കുക, ഭാര്യയോട് ദേഷ്യപ്പെടുക, ഭാര്യയെ എല്ലാവരുടെയും മുമ്പിൽ ചവിട്ടിത്തേക്കുക, നിന്ദിക്കുക, പരിഹസിക്കുക ഒക്കെയാണ് ഇവിടെ പലരും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ അവർ ചിന്തിക്കും, മറ്റുള്ളവരുടെ മുമ്പേ ഭാര്യയെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭാര്യയാണ് അവിടെ നാണം കെടുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അല്ല, ഒരിക്കലും അവളല്ല അവിടെ നാണം കെടുകയോ പരിഹസിക്കപ്പെടുകയോ നിന്ദിക്കപ്പെടുകയോ ചെയ്യുന്നത്. അവൾ നിന്റെ ശരീരമാണ്. അപ്പോൾ പുരുഷനായ താൻ തന്നെയാണ് അവിടെ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഭാര്യ അപമാനപ്പെട്ടാൽ, ഭാര്യ അവിടെ നാണം കെട്ടാൽ, ഭാര്യയുടെ തല എവിടെ കുനിയേണ്ട വന്നോ അവിടെ പുരുഷന്റെ തലയാണ് കുനിയപ്പെട്ടിരിക്കുന്നത് എന്നാണ് വചനത്തിൽ നമുക്ക് പല സ്ഥലത്തും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സദൃശവാക്യം 19:14 ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. നമുക്ക് വരുന്ന ഭവനം, നമുക്ക് വരുന്ന സമ്പത്ത് ഒക്കെ പിതാക്കന്മാർ വഴി നമ്മളിലേക്ക് കൈവരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം കൊണ്ട് കൈവരുന്നത്. എന്നാൽ ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. ബുദ്ധിയുള്ള ഭാര്യ യഹോവയുടെ ദാനമാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ
തനിക്ക് ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമായി കണക്കിടണം. ബുദ്ധിയുള്ള ഒരു ഭാര്യ തന്നോടൊപ്പം ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നതായ ഒരു ഭാര്യ തന്നോടൊപ്പം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ടതായി നാം മനസ്സിലാക്കണം. അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കണം. സദൃശവാക്യം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. മറ്റ് സ്ത്രീകളിലല്ല, മറ്റുള്ളതിലല്ല ഒരു പുരുഷൻ സന്തോഷിക്കേണ്ടത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. തന്റെ യൗവനത്തിൽ തനിക്ക് ദൈവം നൽകിയതായ ഭാര്യ, തനിക്ക് തന്നതായ തുണയിലായിരിക്കണം ആ പുരുഷൻ മരണം വരെയും സന്തോഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഭാര്യയും അങ്ങനെ തന്നെ ആയിരിക്കണം. മരണം വരെയും തനിക്ക് യൗവനത്തിൽ ലഭിച്ചതായ ആ പുരുഷനിൽ, തൻ്റെ ഭർത്താവിൽ തന്നെ സന്തോഷിക്കണം എന്നുള്ളതാണ് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ, ദുർനടപ്പ് വിട്ട് ഓടുവിൻ, മനുഷ്യൻ ചെയ്യുന്ന ഏതു പാവവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഒരു പുരുഷൻ ദുർനടപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീ ദുർനടപ്പിലേക്ക് പോവുകയാണെങ്കിൽ തൻ്റെ ശരീരത്തെ തന്നെയാണ് പാപം ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 1 തിമോത്തി 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ, വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്നു വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. ദൈവം പറഞ്ഞിട്ടുള്ളതാണ് വിവാഹം എന്നുള്ള നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവൃത്തി, കൂദാശ എന്നൊക്കെ പറയും. വിവാഹം ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ദൈവം ഒരു പുരുഷനെ ഉണ്ടാക്കിയപ്പോൾ അവന് സ്ത്രീ തുണയായി വേണമെന്നുള്ളത് ദൈവം കൽപ്പിച്ച് ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീയോ പുരുഷനോ ജീവിക്കുന്നു എങ്കിൽ അവർ തൻ്റെ ആഹാരത്തെ വർജിക്കണമെന്നുള്ളതാണ്. ദൈവമല്ലേ ആഹാരവും തന്നത്, ആ ആഹാരത്തെയും വർജിക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീയോ പുരുഷനോ തെറ്റിലേക്ക് പോകാതിരിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന ഒരു നല്ലൊരു കാര്യമാണ് വിവാഹം എന്നുള്ള കാര്യം. 1 കൊരിന്ത്യർ 7-ന്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നു, ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. അതായത് ഇന്ദ്രിയജയം ഇല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. അതായത് വിവാഹത്തെ ദൈവം നല്ലതായിട്ടാണ് കാണുന്നത്. വിവാഹ ജീവിതം, ദാമ്പത്യ ബന്ധം, ദാമ്പത്യ ജീവിതം ഒക്കെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. മലാഖി 2-ന്റെ 14-15 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും
നിന്റെ ധർമ്മപത്നിയും അല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ. തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസത കാണിക്കരുത്. ഇവിടെ ഭാര്യയോട് കാണിക്കരുത് എന്ന് പറയുന്നു. തിരിച്ച് ഭർത്താവിനോടും അവിശ്വസ്തത കാണിക്കുവാൻ ഭാര്യ പാടുള്ളതല്ല. അതായത് എപ്പോഴും പരസ്പരം വിശ്വസ്തയോടെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചു, പുരുഷന് ഒരു ഭാര്യയെ കൊടുക്കുന്നത് ഈ ലോകമോ കുടുംബങ്ങളോ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ സ്വയമേ അല്ല ഒരു ഭാര്യയെ ദൈവം കൊടുക്കുന്നത്, ഒരു തുണയെ ദൈവം കൊടുക്കുന്നത്. ദൈവമാണ് തുണയെ കൊടുക്കുന്നത്. ദൈവമാണ് ഒരു പുരുഷന് അവന് അനുയോജ്യമായ ഒരു സ്ത്രീയെ കൊടുക്കുന്നത്. അതുപോലെ സ്ത്രീക്ക് അനുയോജ്യമായ ഇപ്പോൾ ഈ സ്ത്രീക്ക് മാത്രമേ ഈ പുരുഷനെ സഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സ്ത്രീക്ക് ആ പുരുഷനെ കൊടുക്കുന്നത്. അതുപോലെ ഈ സ്ത്രീയെ ഈ പുരുഷന് മാത്രമേ സഹിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം കൂട്ടിച്ചേർക്കുന്നത്. ഒരു സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് അത് ദൈവമാണ്. ആ സ്ത്രീയെയും പുരുഷനെയും വേർപിരിക്കുവാൻ ആ സ്ത്രീക്കോ പുരുഷനോ പുരുഷന്റെ മാതാപിതാക്കൾക്കോ പുരുഷന്റെ സഹോദരങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ സുഹൃത്തുക്കൾക്കോ സാധിക്കുന്നതല്ല. അതുപോലെ സ്ത്രീയുടെ മാതാപിതാക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ ചാർച്ചക്കാർക്കോ കൂട്ടുകാർക്കോ ഒന്നും സാധിക്കുന്നതല്ല. ദൈവമാണ് അവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതുപോലെ ഒരു സ്ത്രീയുടെ കൂടെ പുരുഷന്റെ പേര് ചേർക്കുന്നത് ദൈവമാണ്. ആ പേരിനെ അടർത്തി മാറ്റുവാൻ ആർക്കും സാധിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാലും അറിയപ്പെടുന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് ദൈവം കൊടുത്ത പുരുഷൻ. ആ ഭർത്താവിന്റെ പേരിലെ ആ സ്ത്രീ അറിയപ്പെടുകയുള്ളൂ. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം കടന്നു വന്നിട്ടും ആ സ്ത്രീ ഭവനം വിട്ടു പോകാത്തത് ആ പുരുഷന്റെ പേരിന് വേണ്ടി ആണ് എന്ന് ചിന്തിക്കുന്നത് മിഥ്യതയാണ്. ആ സ്ത്രീ ഭവനം വിട്ടിറങ്ങി മറ്റൊരു സ്ഥലത്ത് ചെന്ന് താമസിച്ചാലും ആ സ്ത്രീയുടെ കൂടെ ആ പുരുഷന്റെ പേര് തന്നെ അവസാനം വരെയും ഉണ്ടായിരിക്കും. ആ സ്ത്രീ മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടാതെ ഒറ്റയ്ക്ക് തൻ്റെ ശരീരത്തെ സൂക്ഷിച്ചുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞോടോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്നു വരികിൽ ഭർത്താവോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, അതായത് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് അവിശ്വസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നു എങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുമിരിക്കുന്നു.
അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും. ഇപ്പോഴോ അവർ വിശുദ്ധർ ആകുന്നു. ഇവിടെ ഈ വചനത്തിൽ നമുക്ക് വ്യക്തമാകുന്നല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പല സ്ത്രീകളും പിടിച്ചു നിൽക്കുന്നത് തൻ്റെ തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി, തൻ്റെ തലമുറകൾ നിന്ദിക്കപ്പെടാതിരിക്കുവാൻ, തൻ്റെ തലമുറകൾ നാണം കെട്ട് ജീവിക്കാതെ ഇരിക്കുവാനാണ്. കാരണം നമുക്ക് നോക്കുമ്പോൾ, ഈ ലോകത്ത് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, അമ്മ മറ്റൊരിടത്ത്, അപ്പൻ മറ്റൊരിടത്ത് ജീവിക്കുമ്പോൾ ആ പിള്ളേർ അനുഭവിക്കുന്നതായ വ്യതകൾ. കാരണം പലരവരെ പരിഹസിക്കും, പലവരവരെ നിന്ദിക്കും. നിനക്ക് നിന്റെ അപ്പനില്ലല്ലോ, നിനക്ക് നിന്റെ അമ്മയില്ലല്ലോ. ചിലർ അപ്പനോടുകൂടെ ആയിരിക്കും താമസിക്കുന്നത്, ചിലർ അമ്മയോടൊപ്പം ആയിരിക്കും താമസിക്കുന്നത്. അമ്മയോടൊപ്പം താമസിക്കുന്നവർക്ക് പറയും, ഓ നിന്റെ അപ്പൻ അങ്ങനെയല്ലേ, നിന്റെ അപ്പൻ നിങ്ങളെ നോക്കുന്നില്ലല്ലോ, നിനക്ക് അപ്പനില്ലല്ലോ, നിന്റെ അമ്മ അങ്ങനെ ആയോണ്ടല്ലേ നിന്റെ അപ്പൻ ഇങ്ങനെ എന്നൊക്കെ ആൾക്കാർ അവരെ നോക്കി പരിഹസിക്കുവാനും നിന്ദിക്കുവാനും ഒക്കെ ഇടയാവും. അത് വരാതെ ഇരിക്കുവാനാണ് നല്ല സ്ത്രീകൾ എത്ര പ്രശ്നമുണ്ടായാലും, എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും, എത്ര അവഗണനകൾ ഉണ്ടായാലും, എത്ര താഴ്ത്തിക്കെട്ടിയാലും, എത്ര ചവിട്ടി തേച്ചാലും ആ സ്ത്രീ കുടുംബം വിട്ടുപോകാതെ മക്കൾക്ക് വേണ്ടി, മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്നത്. അല്ലാതെ ഭർത്താവിൻ്റെ പേരിനോ പ്രശസ്തിക്കോ ഒന്നുമല്ല ആ സ്ത്രീ ജീവിക്കുന്നത്. കാരണം മാതൃത്വം എന്ന് പറയുന്നത് അതാണ്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ഒരു അമ്മയുടെ ജീവിതം. യഥാർത്ഥത്തിൽ മക്കളെ സ്നേഹിക്കുന്ന അമ്മയാണെങ്കിൽ ഒരിക്കലും മക്കൾക്ക് പ്രശ്നം വരാതിരിക്കുവാൻ, മക്കളുടെ തല കുനിയാതിരിക്കുവാൻ, സഹിച്ച് പൊറുത്ത് വേദനിച്ച് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ഉപവസിച്ചും കണ്ണുനീരൊഴിച്ചും ഭർത്താവിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി, ഭർത്താവിൻ്റെ രൂപാന്തരത്തിനു വേണ്ടി, കുടുംബ സമാധാനത്തിനു വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഉപവസിച്ചുകൊണ്ട് എന്തൊക്കെ ഭർത്താവ് തന്നെ ചെയ്താലും ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി. കാരണം ഭർത്താവ് നശിച്ചാൽ അവിടെ നശിക്കപ്പെടുന്നത് തൻ്റെ തലമുറകളാണ് എന്നുള്ള ആ ഉറപ്പ് ഉള്ള സ്ത്രീകൾ ഭർത്താവ് തകർന്നു പോകാതിരിക്കുവാൻ, ഭർത്താവ് നശിച്ചു പോകാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെയും പരിഹാസവും ചവിട്ടിത്തേക്കലും താഴ്ത്തിക്കെട്ടലും അവഗണനകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുവാനിടയാകും. മക്കളുടെ നന്മ, മക്കളുടെ ഉയർച്ച, മക്കളുടെ അനുഗ്രഹമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ആഗ്രഹിച്ചിട്ട് ഭവനത്തിൽ നിൽക്കുന്നത്. അല്ലാതെ ഭർത്താവിൻ്റെ പേരും പ്രശസ്തിക്കും വേണ്ടി അല്ല നിൽക്കുന്നത്. ഈ വ്യക്തമായി ഈ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, മക്കൾ അശുദ്ധർ എന്നു വരും, ഇപ്പോഴോ അവർ വിശുദ്ധർ ആകുന്നു. ഇതാണ് ഒരു സ്ത്രീ ഭർത്താവ് എത്ര നിന്ദിച്ചാലും പരിഹസിച്ചാലും, മറ്റുള്ളവരുടെ മുമ്പേ താഴ്ത്തി കെട്ടിയാലും, മറ്റുള്ളവരുടെ മുമ്പേ നിന്ദിച്ചാലും പരിഹസിച്ചാലും ഒക്കെ പിടിച്ചു നിന്ന് വീട് വിട്ടിറങ്ങാതെ ആ ഭവനത്തിൽ എന്തൊക്കെ അനുഭവിച്ചാലും, വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ കടന്നു വന്നാലും
ഭവനം വിട്ടിറങ്ങാതെ നിൽക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. പക്ഷേ ജീവന് ആപത്ത് എന്ന് കണ്ടാൽ അവിടെ വിട്ട് ഇറങ്ങും. കാരണം ജീവനാപത്തെന്ന് പറയുമ്പോൾ ഭർത്താവ് സ്വന്തം ഭാര്യയെ വക വരുത്തുവാൻ ശ്രമിക്കുന്ന സമയമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൊലപാതകന്റെ മക്കൾ എന്ന് പൈതങ്ങൾ പിന്നെ അറിയുവാനിടയായിത്തീരും. അത് വരാതിരിക്കുവാൻ വേണ്ടിയാണ്, തൻ്റെ ഭർത്താവ് ഒരു കൊലപാതകൻ ആകാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് ആ ഭാര്യ അവിടെ നിന്ന് മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. മാറി നിന്നാലും തൻ്റെ ഭർത്താവിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തിയായിരിക്കും ആ ഭാര്യ. മക്കൾക്ക് വേണ്ടിയാണ് ഒരു അമ്മ എപ്പോഴും ജീവിക്കുന്നത്. ഒരു ഭാര്യ ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും. അത് മനസ്സിലാക്കാത്ത വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ വചനത്തെ നല്ലതായി പഠിച്ചുകൊണ്ട്, വചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുവാനിടയായിത്തീരും. മറിച്ച് മറ്റുള്ളവരെ ദൂഷിക്കുകയും മറ്റുള്ളവരുടെ ഭവനത്തിലെ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ പലരോടും പലതും പറഞ്ഞു കയർത്ത് അവനവൻ്റെ ജീവിതത്തിൽ തന്നെ ശാപവും നാശവും ദൈവകോപവും അവരവരുടെ തലമുറകളുടെ മേലും ദൈവത്തിൻ്റെ ശാപവും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിന് പകരം മിണ്ടാതെ ഇരുന്ന് വചനം വായിച്ചു മനസ്സിലാക്കി ഈ വചനപ്രകാരമായിരിക്കും അവർ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശാപങ്ങൾ കടന്നു വരാതെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളും നിങ്ങളുടെ തലമുറകളും എത്തുവാൻ ഇടയായിത്തീരും. ഈ കേട്ടതായ വചനങ്ങളെ മനസ്സിലാക്കി ഓരോരുത്തരും ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.